ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ അയമോദകത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതൊരു ആയുർവേദ ഔഷധമാണ്. ഇത് അയമോദകം സീഡാണ് കേട്ടോ, ഒരു വിത്താണ്. ഇത് ഒരുപാട് ഔഷധ ചേരുവകളിൽ ചേർക്കാറുണ്ട്. നമുക്ക് വീടുകളിൽ അയമോദകം ഉണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് കൊളസ്ട്രോൾ, BP ഒക്കെ കുറയ്ക്കും. ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ്, പുളിച്ചുതേട്ടൽ, ഏമ്പക്കം എന്നീ അവസ്ഥകളിലൊക്കെ നമ്മൾ ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ആശ്വാസങ്ങളാണ്. ഇത് നമ്മൾ 2 ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അയമോദകം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി തിളച്ച് കുറുകി ഒരു 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് എടുക്കണം. ഇത് കുടിക്കുകയാണെങ്കിൽ ഡെയിലി രാവിലെ വെറും ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ദഹനക്കേടോ അല്ല ഗ്യാസ്ട്രൈറ്റിസോ ഒന്നും വരില്ല. ഇത് ഇതേപോലെ തിളച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ട് വരും കേട്ടോ. വറുത്ത് പൊടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് എഫക്റ്റീവാണ്. അല്ലാതെ പച്ചയ്ക്ക് നമ്മൾ തിളപ്പിച്ച് ആറിച്ച് കുടിക്കാനും ഉത്തമമാണ്. ഇതിന് വളരെയേറെ ഉഷ്ണവീര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്പേം കൗണ്ട് കുറയ്ക്കും ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അയമോദകത്തിൽ തൈമോൾ എന്നൊരു ആക്റ്റീവ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ സ്പേം കൗണ്ട് കുറയ്ക്കും. അത് നമ്മൾ സ്പേംസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറയ്ക്കണമുണ്ട്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ അയമോദകം ചേർന്നിട്ടുള്ള യാതൊരു വസ്തുക്കളും ഉപയോഗിക്കുന്നത് നന്നല്ല. അതുപോലെ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യണം ഒട്ടും ശരിയല്ല. ഇത് ചിലർ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടും ഡെയിലി ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്ക് പോലെയൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. തീക്ഷ്ണ ഗുണം ആണ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അമിത വിയർപ്പുള്ളവർക്കും ശരീരത്തിന് ചൂട് കൂടുതലുള്ളവർക്കൊന്നും ഈ അയമോദകം എപ്പോഴും കഴിക്കണത് ശരിയല്ല. 1-2 ദിവസമൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഡെയിലി യൂസ് ചെയ്യുന്നത് പറ്റി ഉപേക്ഷിക്കണം. ഹൈ BP, കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ ഈ അയമോദകത്തിൻ്റെ യൂസേജ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. വീണ്ടും കാണാം വേറൊരു വീഡിയോയിലൂടെ.